ഇപ്പൊ തന്നെ അറിയിക്കോളാം. വാ മനുഷ്യ, വരാനിങ്ങോട്ട്. നടക്കുമോട്ട്. കേറിപ്പോ, കേറിപ്പോവാൻ. പേടിച്ചു പോയോ അമ്മേ? ഇങ്ങനെയൊക്കെ പണ്ടേ ചെയ്താൽ മതിയായിരുന്നു അല്ലേ അമ്മേ? നിനക്ക് തല്ലാനൊക്കെ അറിയോ മോനെ? മനുഷ്യ ശരീരം കീറി ഹൃദയം പോലുള്ള അവയവങ്ങളെ മാറ്റിവെക്കുന്ന സർജനല്ലേ ഞാൻ എന്തും ചെയ്യും, എന്തും. ആ, അമ്മ പോയി ഒരു ചൂടായിട്ടൊരു ചായ എടുത്തുണ്ടോ? ഇപ്പൊ കൊണ്ടുവരാം. ഇവിടെ ഇരിക്കുന്ന നേരത്തെ ആ സ്റ്റേഷനിൽ ചെന്ന് അന്വേഷിച്ചൂടെ നിനക്ക്? എന്ത് എന്താണെന്നോ? അമ്മ ഇത്ര വേഗം മറന്നോ നീ? ഞാനൊന്നും മറക്കാറില്ല മോളെ, എല്ലാം ഓർത്തു. സ്റ്റേഷനിലേക്ക് പോകാൻ തന്നെ പോന്നു. നീ പറഞ്ഞില്ലെങ്കിലേ ഞാനത് ചെയ്യുമായിരുന്നു. ഓ, സത്യം പറ, അമ്മയെ കാണാതായതിൽ നിനക്ക് വല്ല സങ്കടമുണ്ടോ? അത് ശരി, അപ്പൊ ഞാൻ ഊഹിച്ചത് വെറുതെ ആയില്ല. രാത്രി നീ അമ്മയെ കണ്ടല്ലേ? എന്താണ് ശരത്തെ, നിനക്കറിയില്ലേ അമ്മ എവിടെ ഉണ്ടെന്ന്? അറിയാം. എങ്കിൽ പറ, അമ്മ എവിടെ? എന്റെ പോക്കറ്റിൽ. അല്ലല്ല, എന്റെ ബാഗിൽ. അയ്യോ അല്ല, എന്റെ ഉള്ളം കയ്യിൽ. പാവം ഒരു സ്ത്രീയെ തല്ലി ഇറക്കി വിട്ടിട്ട് എന്നോട് കോർക്കാൻ വരുമോ രാവിലെ? അമ്മയെ കിട്ടിയില്ലെങ്കിലേ രണ്ടാളും അകത്താ. നീയും നിന്റെ അച്ഛനും അമ്മായപ്പനും മരുമക്കും കൂടി ഒരുമിച്ചഴിയാണ്. ചുമ്മാ പേടിപ്പിക്കല്ലേ ശരത്തെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ അതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നല്ല ഉറപ്പുണ്ട്. കർണക്കുറ്റി കടിച്ച തെറ്റല്ലേ? എന്തിനടിച്ചു? അതെന്താ ചോദിക്കാത്തെ? എന്തിനായാലും അടിച്ചല്ലോ. ഒരു പുരുഷനും ഒരു സ്ത്രീയെ തല്ലാൻ പാടുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ സിദ്ധുവിനെ വിളിച്ചു ചോദിക്ക്. വക്കീലല്ലേ, പറഞ്ഞുതരും അതിന്റെ നിയമവശമൊക്കെ. തല്ല് കിട്ടിയെന്ന ഒറ്റ കാരണത്താല അമ്മ ഇവിടെ ഇറങ്ങിപ്പോയത്. അപമാനം കൊണ്ട്, സങ്കടം കൊണ്ട്. ഒന്നിനെയും വെറുതെ വിടില്ല ഞാൻ. കണക്ക് പറയിക്കും രണ്ടിനെയും കൊണ്ടു. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ നിലത്തുനിന്ന് നിർത്തില്ല നിങ്ങളെ. കണ്ടോ? ചേച്ചി, ഇതെന്താ ഇങ്ങനെ? ആകപ്പാടെ ഒരു മൗനം. പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു ചേച്ചി. തിരിച്ചു വന്നില്ലേ? ഓ, മനസ്സിലായി മനസ്സിലായി. അവിടെ ചെന്നിട്ടൊന്നും വിളിച്ചില്ലല്ലേ? അതിന്റെ പരിഭവമാണല്ലേ? എന്ത് ചെയ്യാനാ ചേച്ചി, തിരക്കായിപ്പോയി, ഒന്നിനും നേരം കിട്ടിയില്ല. മറ്റത് ആഴ്ചയിൽ പോകുന്നുണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഇത്രയും വൈകിയില്ലേ? അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അല്ല, എവിടെ അമ്മയും മുത്തശ്ശി? അമ്മ ഇവിടെ ഇല്ല. അമ്മ എവിടെ പോയി? പോയി. എവിടെ? അതറിയെങ്കിൽ ഞാൻ പറയില്ലേ?
ഇവിടെ ആർക്കും അറിയില്ല അമ്മ ഇപ്പൊ എവിടെ ഉണ്ടെന്ന്. ഇന്നലെ രാത്രി ഇറങ്ങിപ്പോയതാ. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായിരുന്നു. പാർവതി പറയുന്ന ഇഷ്ടപ്പെടാതെ വന്നപ്പോ ഞാൻ അവളെ ഒന്ന് തല്ലി. ആ ദേഷ്യത്തിന് അവൾ ഇറങ്ങിപ്പോയത്. അത്രേ ഉള്ളോ? അമ്മ എവിടെ പോവാനാ? ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ കാണും ചേച്ചി. ദേഷ്യം മാറുമ്പോ തിരിച്ചു വന്നോളും. ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ട് ഇങ്ങനെ എല്ലാവരും എന്നെ കുറ്റം പറയുന്നു. ഞാനാണല്ലോ തെറ്റ് ചെയ്തേ. ആ നേരത്ത് എനിക്ക് അങ്ങനെ പെരുമാറാനാ തോന്നിയത്. ഇതിന്റെ പേരില് പാർവതി ഇറങ്ങിപ്പോകുന്നെന്ന് ഞാൻ കരുതിയില്ലെന്ന്. ഇറങ്ങിപ്പോവാൻ മാത്രമായിട്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പ്രിയ. എന്താണെന്നറിയില്ല, അമ്മ നല്ല വാശിയിലായിരുന്നു. ആര് പറഞ്ഞിട്ട് കേൾക്കാൻ കൂട്ടാക്കില്ല. ഒരു രാത്രി കഴിഞ്ഞു ചേച്ചി, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. നമ്മുടെ അമ്മയ്ക്കെന്തോ അപകടം പറ്റുന്നു. ഇന്നലെ തന്നെ അത് പറയാനിരുന്നതാ. ചേച്ചി പേടിക്കണ്ടെന്ന് വിചാരിച്ചാ പറയാത്തെ. ചേച്ചി ശരിക്കും അന്വേഷിക്കണം, അല്ലെങ്കിൽ പ്രശ്നോ? ഞാൻ എവിടെ പോയി അന്വേഷിക്കും പ്രിയ? എങ്ങനെ അന്വേഷിക്കും? നമുക്കറിയാവുന്ന ഒരു വീട്ടിൽ അമ്മ ചെന്നിട്ടില്ല. ശ്രമിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു വിവരം കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കിട്ടണ്ടേ? ചേച്ചി വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ചിലപ്പോ അമ്മയ്ക്കൊന്നും സംഭവിച്ചു കാണില്ല. ചിലപ്പോ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അതുപോലെ തന്നെ അമ്മ തിരിച്ചു വരട്ടെ. അതെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ചേച്ചി. ഞാൻ ഈ ബാഗ് ഒന്ന് കൊണ്ടുവച്ചിട്ട് വരാം. ചെല്ല്. ചേച്ചി, ചേച്ചി ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. വന്ന് വല്ലതും കഴിക്കുക ചേച്ചി. നീ കഴിച്ചോ പ്രിയ? എനിക്ക് വേണ്ട, വിശപ്പില്ല. അമ്മ തിരിച്ചു വരും ചേച്ചി. വരട്ടെ, ഇന്നലെ എന്റെ മനസ്സൊന്നും തണുക്കും. എനിക്ക് തോന്നുന്നില്ല അവള് തിരിച്ചു വരുമെന്ന്. നീ ഉള്ള ഈ വീട്ടിൽ താമസിക്കാൻ ഇനി അവളെ കൊണ്ട് കഴിയില്ല. ഞാൻ എന്ത് തെറ്റാ മുത്തശ്ശി നിങ്ങളോടൊക്കെ ചെയ്ത്?